നേർവീഥി നേർവീഥി നേർവീഥി. ഇവാഞ്ചലിസ്റ്റ് കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. യിരെമ്യാ പ്രവചനം 4-ാം അധ്യായം. ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. ഇസ്രായേലേ, നീ മനം തിരിയുമെങ്കിൽ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വന്നുകൊള്ളുക എന്ന് യഹോവയുടെ അരുളപ്പാട്. നിന്റെ മ്ലേച്ഛ വിഗ്രഹങ്ങളെ എൻ്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുമെങ്കിൽ നീ അലഞ്ഞ് നടക്കേണ്ടി വരികയില്ല. യഹോവയാണ് എന്ന് നീ പരമാർത്ഥമായും ന്യായമായും നീതിയായും സത്യം ചെയ്യുകയും ജാതികൾ അവനിൽ തങ്ങളെ തന്നെ അനുഗ്രഹിച്ച് അവനിൽ പുകഴുകയും ചെയ്യും. യഹൂദാ പുരുഷന്മാരോടും യെരൂശലേമ്യരോടും യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: നിങ്ങൾ മുള്ളുകളുടെ ഇടയിൽ വിതയ്ക്കാതെ തരിശു നിലം ഉഴുവീൻ. യഹൂദാ പുരുഷന്മാരും യെരൂശലേം നിവാസികളുമായുള്ളവരെ, നിങ്ങളുടെ ദുഷ്പ്രവൃത്തികൾ നിമിത്തം എൻ്റെ കോപം തീ പോലെ ജ്വലിച്ച് ആർക്കും കെടുത്തുകൂടാതെ വണ്ണം കത്താതിരിക്കേണ്ടതിന് നിങ്ങളെ തന്നെ യഹോവയ്ക്കായി പരിച്ഛേദന ചെയ്ത് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അഗ്രകർമ്മം നീക്കിക്കളയുവീൻ. യഹൂദയിൽ അറിയിച്ച് യെരൂശലേമിൽ പ്രസിദ്ധമാക്കി ദേശത്ത് കാഹളം ഊതുവാൻ പറവീൻ. കൂടി വരുവീൻ, നമുക്ക് ഉറപ്പുള്ള പട്ടണങ്ങളിലേക്ക് പോകാം എന്ന് ഉറക്കെ വിളിച്ച് പറവീൻ. സിയോന് കൊടി ഉയർത്തുവീൻ, നിൽക്കാതെ ഓടിപ്പോകുവീൻ. ഞാൻ വടക്ക് നിന്ന് അനർത്ഥവും വലിയ നാശവും വരുത്തും. സിംഹം പള്ളക്കാട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നു. ജാതികളുടെ സംഹാരകൻ ഇതാ നിന്റെ ദേശത്തെ ശൂന്യമാക്കുവാൻ തൻ്റെ സ്ഥലം വിട്ട് പുറപ്പെട്ടിരിക്കുന്നു. അവൻ നിന്റെ പട്ടണങ്ങളെ നിവാസികളില്ലാതെയാക്കി നശിപ്പിക്കും. ഇത് നിമിത്തം രട്ടുടുപ്പീൻ, വിലപിച്ച് മുറയിടുവീൻ. യഹോവയുടെ ഉഗ്രകോപം നമ്മെ വിട്ടുമാറിയിട്ടില്ലല്ലോ. അന്നാളിൽ രാജാവിൻ്റെ ധൈര്യവും പ്രഭുക്കന്മാരുടെ ധൈര്യവും ക്ഷയിക്കും. പുരോഹിതന്മാർ ഭ്രമിച്ചും പ്രവാചകന്മാർ സ്തംഭിച്ചും പോകും എന്ന യഹോവയുടെ അരുളപ്പാട്. അതിന് ഞാൻ, അയ്യോ, യഹോവയായ കർത്താവേ, പ്രാണനിൽ വാൾ കടന്നിരിക്കെ നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞ് നീ ഈ ജനത്തെയും യെരൂശലേമിനെയും ഏറ്റവും വഞ്ചിച്ചുവല്ലോ എന്ന് പറഞ്ഞു. ആ കാലത്ത് ഈ ജനത്തോടും യെരൂശലേമിനോടും പറവാനുള്ളത് എന്തെന്നാൽ, മരുഭൂമിയിലെ മൊട്ടക്കുന്നുകളിൽ നിന്ന് ഒരു ഉഷ്ണക്കാറ്റ് പേറ്റുവാനല്ല കൊഴിപ്പാനുമല്ല എൻ്റെ ജനത്തിൻ്റെ പുത്രിക്ക് നേരെ ഉയരും. ഇതിലും കെടുതായൊരു കാറ്റ് എൻ്റെ കൽപ്പനയാൽ വരും. ഞാൻ ഇപ്പോൾ തന്നെ അവരോട് ന്യായവാദം കഴിക്കും. ഇതാ അവൻ മേഘങ്ങളെപ്പോലെ കയറി വരുന്നു. അവൻ്റെ രഥങ്ങൾ ചുഴലിക്കാറ്റ് പോലെ ആകുന്നു. അവൻ്റെ കുതിരകൾ കഴുക്കളെക്കാളും വേഗതയുള്ളവ. അയ്യോ കഷ്ടം, നാം നശിച്ചല്ലോ. യെരൂശലേമേ, നീ രക്ഷിക്കപ്പെടേണ്ടതിന് നിന്റെ ഹൃദയത്തിൻ്റെ ദുഷ്ടത കഴുകിക്കളക. നിന്റെ ദുഷ്ടവിചാരങ്ങൾ എത്രത്തോളം നിന്റെ ഉള്ളിലിരിക്കും. ദാനിൽ നിന്ന് ഉറക്കെ ഘോഷിക്കുന്നു. എഫ്രയീം മലയിൽ നിന്ന് അനർത്ഥത്തെ പ്രസിദ്ധമാക്കുന്നു. ജാതികളോട് പ്രസ്താവിപ്പീൻ, ഇതാ കോട്ട വളയുന്നവർ ദൂരദേശത്ത് നിന്ന് വന്ന് യഹൂദാ പട്ടണങ്ങൾക്ക് നേരെ ആർപ്പ് വിളിക്കുന്നു എന്ന് യെരൂശലേമിനോട് അറിയിപ്പീൻ. യിരെമ്യാ പ്രവചനം 4-ാം അധ്യായത്തിൽ പ്രധാനപ്പെട്ട പല വാക്യങ്ങളുമുണ്ട്. 3ഉം 4ഉം വാക്യങ്ങൾ. യഹൂദാ പുരുഷന്മാരും യെരൂശലേമ്യരുമായുള്ളവർ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: നിങ്ങൾ മുള്ളുകളുടെ ഇടയിൽ വിതയ്ക്കാതെ തരിശു നിലം ഉഴുവീൻ. യഹൂദാ പുരുഷന്മാരും യെരൂശലേം നിവാസികളുമായുള്ളവരെ, നിങ്ങളുടെ ദുഷ്പ്രവൃത്തികൾ നിമിത്തം എൻ്റെ കോപം തീ പോലെ ജ്വലിച്ച് ആർക്കും കെടുത്തുകൂടാതെ വണ്ണം കത്തിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളെ തന്നെ യഹോവയ്ക്കായിട്ട് പരിശോധന ചെയ്ത് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അഗ്രചർമ്മം നീക്കിക്കളയുവീൻ. 9-ാം വാക്യം. അന്നാളിൽ രാജാവിൻ്റെ ധൈര്യവും പ്രഭുക്കന്മാരുടെ ധൈര്യവും ക്ഷയിക്കും. പുരോഹിതന്മാർ ഭ്രമിച്ചും പ്രവാചകന്മാർ സ്തംഭിച്ചും പോകും എന്ന യഹോവയുടെ അരുളപ്പാട്. 14-ാം വാക്യം. യെരൂശലേമേ, നീ രക്ഷിക്കപ്പെടേണ്ടതിന് നിന്റെ ഹൃദയത്തിൻ്റെ ദുഷ്ടത കഴുകി കളക. നിന്റെ ദുഷ്ടവിചാരങ്ങൾ എത്രത്തോളം നിന്റെ ഉള്ളിൽ ഇരിക്കും. 19-ാം വാക്യം. അയ്യോ, എൻ്റെ ഉദരം എനിക്ക് നോവ് കിട്ടിയിരിക്കുന്നു. അയ്യോ, എൻ്റെ ഹൃദയഭിത്തികൾ എന്നെ നെഞ്ചിടിക്കുന്നു. എനിക്ക് മിണ്ടാതെ ഇരുന്നുകൂടാ. എൻ്റെ ഉള്ളം കാഹളനാദവും യുദ്ധത്തിൻ്റെ ആർപ്പുവിളിയും കേട്ടിരിക്കുന്നു. നാശത്തിന്മേൽ നാശം വിളിച്ചു പറയുന്നു.
ദേശമൊക്കെയും ശൂന്യമായി. പെട്ടെന്ന് എൻ്റെ കൂടാരങ്ങളും ഒരു ക്ഷണത്തിൽ എൻ്റെ തിരശ്ശീലകളും കവർച്ചയായിപ്പോയി. ഇനി അതിൻ്റെ 22 വാക്യം. എൻ്റെ ജനം ഭോഷന്മാർ, അവർ എന്നെ അറിയുന്നില്ല. അവർ ബുദ്ധികെട്ട മക്കൾ, അവർക്ക് ഒട്ടും ബോധമില്ല. ദോഷം ചെയ്യുവാൻ അവർ സമർത്ഥന്മാർ, നന്മ ചെയ്യാനോ അവർക്ക് അറിഞ്ഞുകൂടാ. ഇനി അതിൻ്റെ 30 വാക്യം. ഇങ്ങനെ ശൂന്യമായി പോകുമ്പോൾ നീ എന്തു ചെയ്യും? നീ രക്താംബരം ധരിച്ചാലും പൊന്നാഭരണം അണിഞ്ഞാലും നിന്റെ കണ്ണിന്മേൽ മഷി എഴുതിയാലും വ്യർത്ഥമായി നിനക്ക് സൗന്ദര്യം വരുത്തുന്നു. നിന്റെ ജാരന്മാർ നിന്നെ നിരസിച്ച് നിനക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നു. ഇസ്രായേലിനെതിരെ വടക്കിൽ നിന്ന് ശത്രു സൈന്യം വരുന്നുവെന്ന് 6 വാക്യം പറയുന്നു. മരുഭൂമിയിൽ നിന്നും ഉഷ്ണക്കാറ്റ് വരുന്നുവെന്ന് 11 വാക്യവും പറയുന്നു. ഇത് ബാബേലും ഇസ്രയേലും ആകാനുള്ള സാധ്യതയുണ്ട്. അവരായിരുന്നു ഇസ്രായേലിനെതിരെ പിന്നീട് വന്ന് കീഴ്പ്പെടുത്തിയത്. 1 വാക്യം പറഞ്ഞ് ഇസ്രായേൽ മ്ലേച്ഛ വിഗ്രഹങ്ങളെ ഉപേക്ഷിച്ച് മടങ്ങി വരുമെങ്കിൽ അവരുടെ അലച്ചിൽ ഞാൻ മാറ്റുമെന്നാണ്. അവർ യഹോവയുടെ നാമത്തിൽ സത്യം ചെയ്ത് തിരുവെഴുത്തനുസരിച്ച് ജീവിക്കാൻ തയ്യാറായാൽ ദൈവം അനുഗ്രഹിക്കും. ഉപദ്രവിക്കുന്ന ജാതികൾ മിത്രങ്ങളായി മാറുകയും ചെയ്യും. 4 വാക്യം. തരിശ് നിലത്ത് മുള്ളുകളുടെ ഇടയിൽ വിതയ്ക്കരുത് എന്നതിനർത്ഥം മാനസാന്തരം ഇല്ലാത്ത ഭക്തിയുടെ കാര്യമാണ്. നിലം ഉഴുത ശേഷം വിതയ്ക്കുക എന്നാൽ മാനസാന്തര ശേഷമുള്ള ഭക്തിയുടെ കാര്യമാണ്. 4 പുറമേയുള്ള പരിച്ഛേദനയല്ല, ഹൃദയപരിച്ഛേദനയാണ് വേണ്ടത് എന്നാണ്. റോമാലേഖനം 2:29 പൗലോസ് ഈ വാക്യം ഉദ്ധരിക്കുന്നുണ്ട്. പുറമേയുള്ള പരിച്ഛേദനയല്ല, പുറമെ യഹൂദനായവൻ യഹൂദനല്ല, അകമയുള്ള പരിച്ഛേദന വേണം, അകമേ യഹൂദനാകണം. ഹൃദയത്തിന്റെ പരിച്ഛേദനയാണ് ദൈവം നോക്കുന്നത് എന്നാണ് പൗലൂസ് എഴുതുന്നത്. ഹൃദയപരിച്ഛേദന എന്നാൽ ഹൃദയത്തിലെ ദുഷ്ടത നീക്കുക, അഥവാ രഹസ്യപാപങ്ങൾ നീക്കുക എന്നാണ്. രഹസ്യപാപങ്ങൾ വെച്ചുകൊണ്ട് ഇസ്രായേല് യാഗവും അല്ലെങ്കിൽ ആരാധനയൊക്കെ നടത്തിയിരുന്നു. ദൈവം പറയുന്നത് അതുകൊണ്ട് കാര്യമില്ല എന്നാണ്. 19 മുതലുള്ള വാക്യങ്ങളിൽ യിരെമ്യാവ് നോവ് കിട്ടിയ സ്ത്രീയെപ്പോലെ ഇസ്രായേലിന്റെ രക്ഷയ്ക്കായി നിലവിളിക്കുകയാണ്. പക്ഷെ ഇസ്രായേലിന് മാറ്റമില്ല. അണിഞ്ഞൊരുങ്ങിയ വേശ്യയെ പുരുഷന്മാർ ബഹുമാനിക്കുന്നത് പോലെ മറ്റ് ജാതികളുടെ വിഗ്രഹങ്ങളെ സേവിച്ചതിനാൽ അവര് കരുണ കാണിക്കും, മാനിക്കും എന്നാണ് അവർ വിചാരിക്കുന്നത്. പക്ഷേ ദൈവം പറയുകയാണ്, അവരൊരിക്കലും നിന്നെ അംഗീകരിക്കുകയില്ല. നീ എന്നിൽ മഷി എഴുതുന്നതും നീ ഒരു വേശ്യയെപ്പോലെ പെരുമാറുന്നതുമൊക്കെ അവസാനം ദുഃഖിക്കേണ്ടതിനാണ്, കരയേണ്ടതിനാണ്. ഈ ജാതികളൊന്നും സഹായിക്കയില്ല എന്നാണ് ദൈവം പറയുന്നത്. അത് തീർച്ചയായിട്ടും ശരിയായിരുന്നു. ഇസ്രായേല് അവിടെ കഠിനമായ പീഡകളിലൂടെയാണ് കടന്നു പോകേണ്ടതായിട്ട് വന്നത്. ദൈവം വളരെ അത്ഭുതകരമായിട്ട് ആണ് പിന്നീട് അവരെ വിടുവിക്കുവാൻ ഇടയായത്. അതുകൊണ്ട് കർത്താവിനെ സ്നേഹിക്കാൻ, കർത്താവിനെ മാത്രം സ്നേഹിക്കാൻ, മറ്റൊന്നിനും ദൈവമായിട്ട് പണത്തെയോ മക്കളെയോ വീടിനെയോ കാറിനെയോ ആരോഗ്യത്തെയോ ശുശ്രൂഷയോ ശബ്ദത്തെയോ ഒന്നും ദൈവത്തിന് പകരമായിട്ട് വയ്ക്കാൻ നമുക്ക് ഇടയാകരുത്. കർത്താവിനെ മാത്രം സ്നേഹിക്കാൻ, അവനെ മാത്രം ആശ്രയിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.